ഒരു മനോധൈര്യം ഉണ്ടല്ലോ, ഒരു ലൈറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ നമ്മൾ പറയില്ലേ, എവിടെയോ ഒരു വെളിച്ചം വരും എന്ന്. ആ അതിലേക്ക് എത്തുമ്പോൾ മനസ്സുണ്ട്. കാരണം ചുറ്റുപാടും മനുഷ്യർ നമ്മൾക്ക് നെഗറ്റീവ് ആവാം, ചിലർ പോസിറ്റീവ് ആവാം. വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം. അതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഒരു ഇത്രയും എക്സ്പീരിയൻസിൽ അത് കൊണ്ടു നടക്കാൻ എങ്ങനെ പറ്റിയ ആ കഷ്ടപ്പാടുള്ള കാലത്ത്? നമ്മുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡയറക്ഷൻ സമയത്ത് നമുക്കറിയില്ല, ഗ്യാപ്പുകൾ വരും, പിള്ളേരുടെ പഠിത്തം, ചിലവിന് കുറവൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ആളുകൾ വിചാരിക്കുന്ന കളക്ഷൻ മുഴുവൻ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചും അത് കൂടെ കൊടുത്തിട്ടുണ്ട്, ഞാനും കട കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ എൻ്റെ സുഹൃത്തുക്കളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിച്ചത്. എനിക്ക് അറിയാം താങ്കൾ ഒരാളെ സഹായിച്ച കഥ എനിക്കറിയാം. കാരണം ഒന്നും ചോദിക്കാണ്ടാണ് ആ പൈസ ആ ഒരു ഫിലിം ഷൂട്ടിന് എടുത്ത് കൊടുത്തതെന്ന് എനിക്കറിയാം. എല്ലാവർക്കും അത് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു നന്മ വരുന്നത് എങ്ങനെയാണ് മനസ്സിൽ? വീട്ടിൽ നിന്നാണോ, അപ്പനാണോ, അത് പഠിപ്പിച്ചത് അമ്മയാണോ? വീട്ടിൽ നിന്ന് അപ്പനും പഠിപ്പിച്ചതുണ്ടാവും, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സും ഉണ്ടാവും, പിന്നെ സിസ്റ്റേഴ്സ് അവരൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാറ്റിലും ഇവരായിട്ട് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കുട്ടിക്കാലത്ത് ഈ നസീർ സാറിൻ്റെ സിനിമകൾ കാണുമ്പോഴേ, നിങ്ങളിത് വെച്ചോളിൻ, നിങ്ങൾ പറഞ്ഞിട്ട് ഏതാ സഹായിച്ചിട്ട് പോകുമ്പോൾ ഏതാ ആ ഒരു ഹീറോയിസം ഉണ്ടല്ലോ, അല്ല നന്മ, അതല്ലേ നമ്മൾ നല്ലത് ചെയ്തിട്ട് പോകുന്നു, അത് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവൻ തന്നെ വേദനിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് എനിക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എപ്പോൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, ഒരു പ്രാവശ്യം ഓർക്കുന്നു, എനിക്ക് ബാങ്ക് 6500 രൂപ എൻ്റെ ബാങ്ക് ബാലൻസ് ഉള്ളൂ. അപ്പം എൻ്റെ പയ്യനുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്, ഒരാളൊരു 5000 രൂപ വിളിച്ചു. അപ്പം അവൻ പറഞ്ഞു 6500 രൂപ ഉള്ളൂ സാറേ, എന്നെ കൊടുക്കടാന്ന് പറഞ്ഞു. കൊടുത്തു. നെക്സ്റ്റ് ഡേ ഒരു 50000 രൂപ കിട്ടുന്ന ഒരു ചെറിയ പരിപാടി. അപ്പം ഞാൻ പറയാം, കൊടുത്താൽ നമുക്ക് കിട്ടും.